ജസ്നയുടെ തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ തള്ളി സിബിഐ. ജസ്നയെപ്പറ്റി സൂചനയൊന്നുമില്ലെന്നും ജസ്ന മതപരിവർത്തനം ചെയ്തിട്ടില്ലെന്നുമാണ് സിബിഐ റിപ്പോർട്ടിലുള്ളത്. തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ല. മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിക്കുകയും അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചതായും സിബിഐ പറയുന്നു. സിബിഐ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ന്യൂസ് 8-ന് ലഭിച്ചു. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ലഭിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? വിവരങ്ങൾ. രേണുക, ജസ്ന തമിഴ്നാട്ടിലേക്ക് കടന്നതടക്കമുള്ള അങ്ങനെ ഒരു സംശയം ഉൾപ്പെടെയാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഈ വാദങ്ങളെല്ലാം സിബിഐ തള്ളുകയാണ്. മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന കാര്യം സിബിഐ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും മതസംഘടനകൾക്ക് ജസ്നയുടെ തിരോധാനവുമായി ബന്ധമില്ല. അത് പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾക്കോ ഹൈന്ദവ സംഘടനകൾക്കോ ഒന്നും തന്നെ ഈ തിരോധാനവുമായി ബന്ധമില്ല എന്നൊരു കണ്ടെത്തലിലേക്കാണ് സിബിഐ പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മതപരിവർത്തന കേന്ദ്രങ്ങളും മതപഠനശാലകളും ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. മുംബൈയിലും മറ്റ് സ്ഥലങ്ങളിലും അടക്കം ജസ്ന ഒരുപക്ഷെ പോയി എന്ന തരത്തിൽ സംശയമേറുന്ന സ്ഥലങ്ങളിലടക്കം സിബിഐ സംഘം പരിശോധന നടത്തി. അവിടെ അന്വേഷണ സംഘം എത്തി വിശദമായി പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യ ചെയ്യുന്ന കേന്ദ്രങ്ങൾ, സാധാരണ സൂയിസൈഡ് പോയിന്റുകൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഒപ്പം തന്നെ ഈ അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് എമ്പാടും അങ്ങനെ കണ്ടെത്തിയ കേസുകളിൽ ഈ ജസ്ന കേസുമായി ബന്ധപ്പെടുത്തിയുള്ള അന്വേഷണവും സിബിഐ നടത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ജസ്നയുടെ പിതാവിനെ അടക്കം ഈ നുണപരിശോധനയ്ക്ക് സമാനമായ പരിശോധനകൾക്ക് വിധേയമാക്കി. അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, അവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമോ തെറ്റായ കാര്യങ്ങളോ ഇല്ല എന്ന ഒരു കണ്ടെത്തലിലേക്ക് കൂടി സിബിഐ എത്തിയിരിക്കുന്നു. ദോഷ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ജസ്നയെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ തുടർന്ന് അന്വേഷിക്കുന്നതിന് തടസ്സമില്ല. ജസ്നയുടെ പിതാവിനടക്കം ഈ സിബിഐ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൈമാറും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന ഒരു കണ്ടെത്തലിലേക്ക് സിബിഐ പോയിരിക്കുന്നു എന്നാണ്. അവിടെയും അവശേഷിക്കുന്ന ചോദ്യം 2018 കാണാതായ ജസ്ന എവിടേക്ക് പോയി എന്നതാണ്. മൊബൈൽ ഫോണോ ATM കാർഡോ എടുത്തിരുന്നില്ല. ബന്ധു വീട്ടിലേക്ക്, അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലേക്കാണ്, മുണ്ടക്കയത്തെ വീട്ടിലേക്കാണ് പോകുന്നത്. എരുമേലിൽ നിന്ന് ബസ്സിൽ കയറിയതായ തെളിവുകൾ ലഭിച്ചിരുന്നു. പിന്നീട് ജസ്ന എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല. ഏതായിരുന്നാലും ഇപ്പോൾ സിബിഐ അന്വേഷണത്തിലും ജസ്നയെ കണ്ടെത്താൻ ആയിട്ടില്ല. അതൊരു ഈ ഒരു ദുരൂഹമായ സാഹചര്യം അല്ലെങ്കിൽ ദുരൂഹമായ സ്ഥിതി അതേപടി നിലനിൽക്കുക എന്ന ഒരു സവിശേഷത കൂടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനുണ്ട്. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.